അങ്ങനെ നമ്മളിന്ന് വന്നേക്കുന്നത് ഈസ്റ്റ് ഹാം എന്ന സ്ഥലത്താണ് ഗൈസ്. ലണ്ടനിലെ ഇന്ത്യക്കാർ പൂണ്ട് വിളയാടുന്ന ഈസ്റ്റ് സൈഡിലെ ഭാഗം. ഇത് ലണ്ടനാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഇവിടെ കൂടുതലും ഇന്ത്യൻസാണ്. ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ അമ്പലം. ഇത് തഞ്ചാവൂരും തെങ്കാശിയും ശിവകാശിയും ഒന്നുമല്ല. ഇതങ്ങ് ലണ്ടനിലാണെന്ന് ആലോചിക്കണം കേട്ടോ. ഇവിടെ കൂടുതലും സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അമ്പലം നിർമ്മിതമായെന്നാണ് ഡയാന രാജകുമാരി എവിടെയോ കുറിച്ച് വെച്ചതെന്നാണ് ഞാൻ കേട്ടത്. വന്ന കാര്യം മറക്കാൻ പാടില്ല. നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വന്നതാണ്. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയത് ഈ കാണുന്ന കേട്ടോ. അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് വീഡിയോ ഷൂട്ടിങ് അലൗഡ് അല്ല, എന്നോട് ക്ഷമിക്കണം. ഞാൻ പിന്നീടാണ് ഇത് മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മുടെ തൊഴിലൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങാനായിട്ട് നിന്നപ്പോൾ അവിടെ കുറച്ച് കൽക്കണ്ടിരുന്ന അതും കയ്യിലെടുത്ത് നേരെ പുറത്തിട്ടിറങ്ങി. അങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് കുറച്ച് സ്റ്റൈൽ കാണിച്ച് 2 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരെ മുമ്പിലിട്ട്. ഇതിൻ്റെ മുമ്പിലത്തെ വ്യൂ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താണ് ഞാൻ ഇപ്പുറത്ത്. നമ്മൾ സൈഡിൽ കൂടിയാണ് കയറിയത്. ഇതാട്ടോ ഇതിൻ്റെ മുമ്പിലത്തെ വ്യൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്ലാസ്സാണ്. ഇരുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകമൊക്കെ കാണാം. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടിട്ടിരിക്കുക അനന്തപുരം ഇല്ല, അവിടെ അഞ്ചപ്പാറ്, അങ്കപ്പാറ് അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ കാണില്ല. തങ്കമല്ലിയൻ, ഇതൊക്കെ ഏതോ തമിഴ്നാട്ടിലേക്ക് വലിയ ടെക്സ്റ്റൈലും സംഭവമൊക്കെയാണെന്നാണ് പറയണത്. അത് UK കൊണ്ടുവന്ന് കണ്ടില്ലേ. ഉദയ, അപ്പുറത്ത് തട്ടുകട. നിങ്ങൾ ഇങ്ങനത്തെ കുറേ റീൽ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതായത് ഇത് UK അല്ല, നിങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ പേർ റീലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വൈറലായിട്ടുണ്ട്. അത് ഈ സ്ഥലമാണ് ഗൈസ്. എന്തായാലും ആട്ടെ, നമുക്ക് അടുത്തത് ഫുഡ് കഴിക്കലാണ് മുഖ്യം. ഇത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ മസാല ദോശയാണല്ലോ. പക്ഷേ മസാല ദോശ കഴിക്കാനൊന്നുമല്ല വന്നേക്കണേ. ഇവിടെ ഒരു കപ്സ കിട്ടുമെന്ന് ഞാൻ കേട്ടു. ഞാൻ ഇതുവരെ കപ്സ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കപ്സ കഴിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ വന്നേക്കാണ്. നമുക്ക് എന്തായാലും കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ ഇട്ടു. ഞാനൊരു കപ്സയും പറഞ്ഞ് ഞാനൊരു അപ്പവും പിന്നെ ഒരു കൂന്തൽ ഫ്രൈയും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ആരും അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇതൊന്നും കഴിക്കില്ല. പക്ഷേ ഞാൻ കഴിക്കും ഗൈസ്. ഏത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ല ഗൈസ്. കപ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി. അപ്പവും കൂന്തൽ ഫ്രൈ ഒക്കെ തട്ടിയെങ്കിലും പക്ഷേ കപ്സ അങ്ങ് അനങ്ങണില്ല. പിന്നെ ഞാൻ പുള്ളിയൊരു ടേക്ക് അവേ ബോക്സിൽ എടുത്തോന്ന് പറഞ്ഞു. ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയതാട്ടാ. പിന്നെ നിങ്ങൾ ഈ വെട്ടം വെളിച്ചം കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് വൈകുന്നേരം അല്ല, ഇപ്പോൾ നട്ടപ്പാതിരായി. 8:45 കഴിഞ്ഞ് 9 മണി ആവാറായി. സമ്മറിൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. രാത്രിയൊന്നും തോന്നത്തൊന്നുമില്ല. ഇപ്പോഴും വെളിച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയല്ലേ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.